അതുപോലെ അഭിനേതാക്കളെ കുറിച്ച് ചോദിക്കുകയാണ്. ഇവരൊക്കെ സെറ്റിൽ എങ്ങനെയാണ്? അല്ലെ ചേട്ടാ പറയുന്നേക്ക് അതുപോലെ കേൾക്കുന്ന അഭിനേതാക്കളാണ്. നമ്മുടെ സെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം തരുന്നവരാണ് ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകളും. പിന്നെ ഒരു ലക്ഷ്മണ രേഖകളൊന്നും ഇല്ല. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് എന്താണോ ഉള്ളത് അത് മാക്സിമം നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ ഒരിക്കലും ഇതുപോലെ എന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എല്ലാം മനോഹരമാക്കി. അതപ്പോ ഇന്നിപ്പോ ഒരു സീൻ എടുത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശാരദാമ്മ ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ സീനൊക്കെ വളരെ മനോഹരമായി. പിന്നെ ചില ഭാഗങ്ങൾ വരുമ്പോ അവര് സംശയം ചോദിക്കാറുണ്ട്, അത് എങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവില്ലേ. അപ്പൊ അതൊക്കെ അത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആഫ്റ്റർ ബിഫോർ ഇതാണ്. അപ്പൊ ഈ രീതിയിലാണ് അത് മൂവ് ചെയ്യേണ്ടത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പോ ഇവിടെ വരുന്ന ഈ കുടുംബശ്രീയിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോ ഇവിടെ കാര്യസ്ഥനായ പിള്ളച്ചേട്ടനായാലും അതുപോലെ തന്നെ പൊന്നിയായാലും കുട്ടികളാണെങ്കിലും ഇപ്പൊ വന്നു പോകുന്ന ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അവർക്ക് വളരെയധികം പ്രാധാന്യം കുടുംബശ്രീ സാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായ ഒരു നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.